നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും മികച്ച ഒരു ക്രെഡിറ്റ് കാർഡാണ് ആക്സിസ് ബാങ്കിൻ്റെ നിയോ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് ആക്സിസ് ബാങ്കിൻ്റെ നിയോ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, അതുപോലെ ചാർജസുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അപ്പോൾ ഇതിൻ്റെ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിന് നിയോ ക്രെഡിറ്റ് കാർഡിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ആദ്യം തന്നെ ഇവരിവിടെ എഴുതിയിട്ടുണ്ട്, നമ്മൾ സൊമാറ്റോ വഴി ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വർഷം 2880 രൂപ വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് സാധ്യത മാത്രമല്ല, നിങ്ങൾ ഇത് ഡിസ്കൗണ്ട് കിട്ടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരു വർഷം നിങ്ങൾക്ക് 1200 രൂപ വരെ നിങ്ങൾക്ക് സിനിമ ടിക്കറ്റ് ബുക്ക് മൈ ഷോ വഴി ബുക്ക് ചെയ്യുമ്പോൾ ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫുഡ് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്നവരും ഓൺലൈനായിട്ട് മൂവി ടിക്കറ്റ് എടുക്കുന്നവരും ആണെങ്കിൽ തന്നെ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. ഒരു 4000 രൂപ വരെ നമുക്ക് ഒരു വർഷം ഇതിൽ നിന്നും ലാഭം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഇനിയുമുണ്ട്. അപ്പോൾ 4 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ബെനിഫിറ്റായിട്ട് വീണ്ടും ഇവർ പറയുന്നത്. അപ്പോൾ ഇതും കൂടെ നമുക്ക് നോക്കാം. അതിനുശേഷം കാർഡിൻ്റെ ഫീസ് കാര്യങ്ങൾ, ചാർജസുകൾ എങ്ങനെയാണ്, ആർക്കൊക്കെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടതെന്നും കൂടെ നോക്കാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഓൺലൈനായിട്ട് ഫുഡ് ഓർഡർ ചെയ്യുന്ന സൊമാറ്റോയിൽ നിന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് 40% വരെ നമുക്ക് ഓഫ് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം ഇതിലൊരു ഒളിഞ്ഞിരിക്കുന്നത് നമ്മൾ ഓർക്കുക, ഫ്രീ ഡെലിവറി ആയിട്ടുള്ളതിൽ റെസ്റ്റോറൻറ്റുകളിൽ ഈ ഓഫർ എലിജിബിൾ അല്ല. അപ്പോൾ നമ്മളത് നോക്കേണ്ടത്, ചില ഓൺലൈൻ നമ്മൾ സൊമാറ്റോ വഴി ചെയ്യുമ്പോൾ ഡെലിവറി ചെയ്യുന്നതിന് ചാർജ് ഈടാക്കുന്ന റെസ്റ്റോറൻറ്റുകളുണ്ട്. അവിടെയാണ് നമുക്ക് ഈ പൈസ ലാഭിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആക്സിസ് നിയോ എന്ന് പറഞ്ഞാൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. ആക്സിസ് നിയോ എന്ന് പറഞ്ഞൊരു കൂപ്പൺ കോഡ് ഉണ്ടാവും. ഈ കോഡ് നമ്മൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുമ്പോൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള ബെനിഫിറ്റ് കിട്ടുന്നത്. മാക്സിമം നമുക്ക് 120 രൂപയാണ് ഒരു ഓർഡറിൽ കിട്ടുന്നത്. അപ്പോൾ എപ്പോഴും ഓർമ്മിക്കുക, നമ്മൾ മിനിമം 200 രൂപയ്ക്കോ 200 രൂപയ്ക്ക് മുകളിലോ നമ്മൾ ഫുഡ് സൊമാറ്റോ വഴി ഓർഡർ ചെയ്യുമ്പോഴാണ് ഈ 120 രൂപ കിട്ടുന്നത്. ഒരു മാസം നമുക്ക് 120, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വർഷം 2880 രൂപ, മിനിമം 120 ആണ് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട്, നമുക്ക് 2800 രൂപ വരെ ബെനിഫിറ്റ് കിട്ടും. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നാലും ഓൺലൈനായിട്ട് നിങ്ങൾ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നവരായിരിക്കും, അതുപോലെ മൊബൈൽ റീചാർജ് ചെയ്യുന്നവരായിരിക്കും, ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ബില്ലടയ്ക്കും, DTH ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മളിപ്പോൾ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾ ഈ ബില്ലെല്ലാം അടയ്ക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആമസോൺ ആപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആമസോൺ ആപ്പ് വഴി നമുക്ക് UPA വഴി പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആമസോൺ ആപ്പിനകത്തുകൂടെ നിങ്ങൾ ഈ കാർഡ് ഉപയോഗിച്ചിട്ട് ഈ നിയോ കാർഡ്, ആക്സിസ് ബാങ്കിൻ്റെ നിയോ കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ്, അതായത് ഫോൺ റീചാർജ് ചെയ്യുകയോ നമ്മൾ ബ്രോഡ്ബാൻഡ് കണക്ഷനോ റീചാർജോ അല്ലെങ്കിൽ കറണ്ട് ബില്ലോ വാട്ടർ ബില്ലോ ഏതടയ്ക്കുകയാണെങ്കിലും നിങ്ങൾക്ക് 5% ഓഫ് കിട്ടും. അപ്പോൾ 100 രൂപയ്ക്ക് 5 രൂപ എന്ന് പറയുമ്പോൾ 1000 രൂപയ്ക്ക് 50 രൂപ കുറഞ്ഞ് കിട്ടും. വളരെ യൂസ്ഫുൾ ആണ്, ലാഭിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഇത്തരത്തിൽ മാക്സിമം നമുക്ക് ഒരു മാസം 150 രൂപ മാക്സിമം ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. മിനിമം ട്രാൻസാക്ഷൻ 299 രൂപയാണ്. അപ്പോൾ 299 രൂപയ്ക്കുള്ള മുകളിലുള്ള ഒരു ബില്ലിലായിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു 5% ഓഫ് കിട്ടുന്നത്. പിന്നെ വരുന്നത് നമുക്ക് പവർ ഓഫ് 10 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൺലൈൻ ഒരു സൈറ്റാണ് ബ്ലിങ്കിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം നിങ്ങളിത് ഉപയോഗിക്കും എന്നെനിക്ക് അറിയില്ല. അതുപോലെ മിന്ത്ര നിങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഓൺലൈനായിട്ട് സാധനങ്ങൾക്ക് വാങ്ങുന്നത്. അപ്പോൾ മിന്ത്ര വഴി നമ്മൾ ഓൺലൈൻ പർച്ചേസ് ഒക്കെ നടത്തുകയാണെങ്കിലും ബ്ലിങ്കിറ്റ് വഴി നടത്തുകയാണെങ്കിൽ 10% നമുക്ക് ഓഫ് കിട്ടും. മിന്ത്രയിലാണെങ്കിൽ 150 രൂപ ലാഭിക്കാൻ പറ്റും. 999 രൂപയ്ക്കോ അതിന് മുകളിലോ എടുക്കുമ്പോഴാണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബുക്ക് മൈ ഷോ എന്ന് പറയുന്ന നമ്മളെ മൂവി ടിക്കറ്റ് ഓൺലൈനായിട്ട് എടുക്കുന്ന ഒരു വെബ്സൈറ്റാണ് ബുക്ക് മൈ ഷോ. നമ്മളെല്ലാവരും ഇതുവഴിയായിരിക്കും ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇത്തരക്കാർക്ക് 10% ഓഫ് കിട്ടും. ഒരു വർഷം 1200, ഒരു മാസം
100 രൂപയാണ് ഇത്തരത്തിൽ 2 ടിക്കറ്റ് മിനിമം എടുക്കുമ്പോഴാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഡൈനിങ് ഡിലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവർ കൊടുത്തിട്ടുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട കുറേയധികം റെസ്റ്റോറൻറ്റുകൾ അവൈലബിൾ ആണ്. ഇത് ചില റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയി നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ, അപ്പോൾ മിക്ക ആൾക്കാരും ഒരു മാസത്തിൽ ഒരു ദിവസമൊക്കെ പുറത്തു പോയി ഫുഡ് കഴിക്കുന്നവരായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഫുഡ് കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം 15% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഈ കാർഡിൻ്റെ കോ പാർട്ണർ ആണോ ആ റെസ്റ്റോറൻറ്റ് എന്നുള്ള കാര്യം കൂടെ നോക്കിയതിന് ശേഷമായിരിക്കണം നിങ്ങൾ അവിടെ കയറി ഫുഡ് കഴിക്കാൻ, അല്ല എങ്കിൽ അത് കിട്ടില്ല. അപ്പോൾ 15% എന്ന് പറഞ്ഞാൽ 500 രൂപ കിട്ടും. മിനിമം 1500 രൂപയ്ക്കുള്ള ഫുഡ് കഴിക്കുക. അപ്പോൾ ഫാമിലിയോടൊപ്പം ഒരു ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോൾ ഉള്ളതായിരിക്കും. വളരെ പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. അത്തരക്കാർക്ക് ഈ വഴിയും കുറച്ച് പൈസ ലാഭിക്കാൻ പറ്റും എന്നുള്ളതും ഈ കാർഡിൻ്റെ ഒരു ബെനിഫിറ്റാണ്. അപ്പോൾ പിന്നെ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ സീറോ ലോ കോസ്റ്റ് കാർഡ് ലൈബിലിറ്റി. അപ്പം നമ്മൾക്ക് ഈ കാർഡ് കൊണ്ട് നടക്കുമ്പോൾ ചിലവുകൾ വളരെ കുറവാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ കാർഡിനും ഉള്ളതുപോലെ തന്നെ നമ്മൾ 2500 മുകളിൽ എന്ത് സാധനം ഈ കാർഡ് വഴി വാങ്ങിക്കഴിഞ്ഞാലും നമുക്കതിനെ EMI ആയിട്ട് കൺവെർട്ട് ചെയ്യാം. നമുക്ക് 36 മാസം വരെ നമുക്ക് EMI കിട്ടും. 12 മാസം മുതൽ നമുക്ക് മിനിമം 6 മാസം മുതൽ ചെയ്യാൻ പറ്റും. നോ കോസ്റ്റ് EMIയും ഇതിനകത്ത് ലഭിക്കുന്നതാണ്. പിന്നെ നമുക്ക് റിവാർഡ്സ് പോയിന്റുകളും റെഡീം ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമുക്ക് ഏതെങ്കിലും നമ്മൾ ഓരോ 200 രൂപയും സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ്സ് പോയിന്റ് കിട്ടും. അപ്പോൾ നമുക്ക് 500 രൂപയായിട്ട് നമുക്ക് റെഡീം ചെയ്ത് എടുക്കാനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്തുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ചെറിയൊരു രൂപ, ഒരു വർഷത്തിൽ 500 രൂപയൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ആക്ടിവേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ കാർഡിന് അപ്ലൈ ചെയ്ത് കാർഡ് കിട്ടി നമ്മൾ ഫസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ബില്ല് ആമസോൺ വഴി അടയ്ക്കുമ്പോൾ നമുക്ക് 100% ക്യാഷ് ബാക്കാണ്. അതായത് 300 രൂപ നമുക്ക് ഫസ്റ്റ് ബില്ല് അടയ്ക്കുമ്പോൾ നമ്മുടെ ആമസോൺ ആപ്പിനകത്ത് നമുക്ക് ക്രെഡിറ്റ് ആവും. അപ്പോൾ ഈ ക്യാഷ് ബാക്ക് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ 30 ദിവസത്തിനകത്ത് കാർഡ് ഉപയോഗിക്കുമ്പോഴാണ് ഈ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫീസ്, ചാർജസ്, കാര്യങ്ങളെക്കുറിച്ച് കൂടെ നോക്കാം. അപ്പോൾ ജോയിനിങ് ഫീസ് എന്ന് പറഞ്ഞാൽ 250 രൂപയാണ്. അപ്പോൾ നമ്മൾ ഈ 250 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരില്ല. കാരണം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കാർഡ് എടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ 250 രൂപ കൊടുക്കണമെങ്കിലും നമ്മൾ കാർഡ് കിട്ടി ഫസ്റ്റ് ബില്ല് നമ്മൾ ഏതെങ്കിലും ഒരു ബില്ല് അടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് 300 രൂപ ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് അത് അവിടെ കൊടുക്കാതെ നമുക്ക് 50 രൂപ എക്സ്ട്രാ കിട്ടിയതായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ആനുവൽ ഫീസ്, വാർഷിക ഫീസ് വരുന്നത്, ആദ്യത്തെ വർഷം വാർഷിക ഫീസ് ഒന്നും തന്നെ ഇല്ല. രണ്ടാമത്തെ വർഷം നമുക്ക് 250 രൂപ കൊടുക്കണം. ലൈഫ് ടൈം ഫ്രീ ഫോർ സെലക്ട് എന്ന് പറഞ്ഞ ചാനൽ വഴിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതായത് ലൈഫ് ടൈം ഫ്രീ എന്ന് പറയുന്ന ഒരു കാർഡാണ് ആക്സിസ് ബാങ്കിൻ്റെ. എന്നിരുന്നാലും നമുക്ക് രണ്ടാമത്തെ വർഷം 250 രൂപ കൊടുക്കണം. പക്ഷെ നമുക്ക് 250 രൂപയും കൊടുക്കേണ്ടതായിട്ട് വരില്ല. നമ്മൾ ഒരു വർഷം കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 10,000 രൂപ വരെ നമുക്ക് ലാഭിക്കാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ ഈ 250 രൂപ നമുക്ക് രണ്ടാമത്തെ വർഷം കൊടുക്കേണ്ടതായിട്ട് വരില്ല. അടുത്ത് വരുന്ന ഒരു കാര്യം ആഡ് ഓൺ കാർഡ് ജോയിനിങ് ഫീസാണ്. അതായത് നമ്മൾക്ക് ഈ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും കുടുംബാംഗങ്ങൾക്ക് ഒരു കാർഡ് കൂടെ ഈ കാർഡിൻ്റെ ആപ്പ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാം. ആ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അതേ കാർഡിൻ്റെ ബില്ലിലായിരിക്കും ആ കാർഡ് ഉപയോഗിക്കുമ്പോഴുള്ള പൈസയുടെ ബില്ലും വരുന്നത്. അതാണ് ആഡ് ഓൺ കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആഡ് ഓൺ കാർഡിനും ഇവിടെ ചാർജസ് ഒന്നും എടുക്കുന്നില്ല. ആഡ് ഓൺ കാർഡ് വീട്ടിൽ 15 വയസ്സ് മുകളിലുള്ള കുട്ടികൾക്കോ വൈഫിനോ ഹസ്ബൻഡിനോ ഒക്കെ ഈ കാർഡിന് എലിജിബിൾ ആണ്, കിട്ടുന്നതാണ്. അപ്പോൾ ആഡ് ഓൺ കാർഡിന് ആനുവൽ ഫീസും കൊടുക്കേണ്ടതായിട്ട് വരില്ല. പിന്നെ നമ്മൾ കാർഡ് കളയുകയോ ബ്ലോക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പുതിയ കാർഡിന് അപ്ലൈ ചെയ്യുമ്പോഴും അതിന് ഫീസൊന്നും കൊടുക്കേണ്ടതായിട്ട് വരില്ല. പിന്നെ ക്യാഷ് പേയ്മെൻറ്റ് ഫീ എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. നമ്മൾ ക്യാഷായിട്ട് നമ്മൾ പേയ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു 100 രൂപ കൊടുക്കേണ്ടി വരും. അതിന് പുറമേ നമുക്ക് ATMൻ്റെ ചാർജസ് വേറെ വരുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ATM മെഷീനിൽ നിന്നും നിങ്ങൾ പൈസ എടുക്കരുത്. അത് നമുക്ക് നഷ്ടത്തിലേക്ക് പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഫീസ് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ചാർജ് സ്ലിപ്പ്, റിവേഴ്സൽ ഫീസ്, അതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് ചെക്ക് ഫീസ് ഒഴിവാക്കിയിട്ടുണ്ട്. മൊബൈൽ അലർട്ട് നമുക്ക് ഫ്രീ ആണ്. അതായത് ഓരോ ഇടപാട് നടത്തുമ്പോഴും നമ്മുടെ മൊബൈലിൽ മെസ്സേജ് വരും. അതിന് ചാർജസുകളൊന്നും എടുക്കുന്നില്ല. പിന്നെ ഹോട്ട് ലിസ്റ്റിംഗ് ചാർജസ് ഇല്ല. ബാലൻസ് എൻക്വയറി ചാർജ് നോക്കുന്നതിന് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഫിനാൻസ് ചാർജസ് റീറ്റെയിൽ പർച്ചേസ് ആൻഡ് ക്യാഷിന് 3.6% പെർ മന്താണ്
കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ATM മെഷീനിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ക്യാഷ് POS മെഷീൻ വഴിയൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, പൈസയായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന് പലിശ കൊടുക്കേണ്ടതായിട്ടും വരുന്നതാണ്. അപ്പോൾ അത് പിന്നെ പിന്നെ നമ്മളിതിന്റെ പെർ ഒരു വർഷം 52%, നമ്മൾ പലിശയൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ, നമ്മൾ പൈസ അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ ഫിനാൻസ് ചാർജ് എന്ന് പറയുന്നത് 52% വരെയൊക്കെ വരും. 3.6 ഒരു മാസം വരുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും പൈസ നമ്മൾ ഏതെങ്കിലുമൊക്കെ കാർഡ് ഉപയോഗിച്ചതിന് ശേഷം ആ പൈസ കൃത്യമായിട്ട് ബില്ല് വരുമ്പോൾ അടയ്ക്കുക. അത് എല്ലാ കാർഡിനും ബാധകമായിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ക്യാഷ് വിഡ്രോവൽ ഫീസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ATM മെഷീനിൽ നിന്നും പൈസ എടുക്കുകയാണെങ്കിൽ 2.5% പലിശ വരുന്നത്. മിനിമം 500 രൂപ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അപ്പോഴേ തന്നെ കട്ടാവും. അതുകൊണ്ട് ATM മെഷീനിൽ നിന്നും പൈസ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാ ക്രെഡിറ്റ് കാർഡുകളും ഇതുപോലെ തന്നെയാണ് ചാർജ് ഈടാക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ കാർഡും. അപ്പോൾ ഏത് കാർഡ് എടുത്തിരുന്നാലും ഈ ഒരു സംഭവം നമുക്ക് അത്യാവശ്യ കാര്യത്തിന് ATM മെഷീനിൽ നിന്ന് പൈസ എടുക്കാമെങ്കിൽ നമ്മൾ ഇല്ലാത്ത പൈസ നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡിന് കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ഒഴിവാക്കുക. പിന്നെ ഓവർ ഡ്യൂ പെനാൽറ്റി ഓർ ലേറ്റ് പേയ്മെന്റ് ഫീസ്, നമ്മൾ 500 രൂപയ്ക്ക് താഴെയാണ് നമ്മൾ പൈസ അടയ്ക്കാനുള്ളത്. അത് ലേറ്റ് ആയിട്ടുള്ളതെങ്കിൽ പൈസ കൊടുക്കണ്ട. 500 രൂപയ്ക്ക് മുകളിൽ 5000 രൂപ വരെ നമ്മൾ ബില്ല് വന്നിട്ട് അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ 500 രൂപ പെനാൽറ്റി കൊടുക്കണം. അത് 5000-നും 10,000-നും ഇടയിലാണെങ്കിൽ 750 രൂപയും, പിന്നെ അതുപോലെ തന്നെ 10,000-മോ അതിന് മുകളിലോ വന്നു കഴിഞ്ഞാൽ 1200 രൂപ നമ്മൾ ലേറ്റ് ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഓവർ ലിമിറ്റ് പെനാൽറ്റി, നമ്മൾ 50,000 രൂപയാണ് നമ്മുടെ കാർഡിന് കിട്ടുന്നത്. പക്ഷെ നമ്മൾ അതിൽ കൂടുതൽ പൈസ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 2.5% ഓവർ ലിമിറ്റ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മിനിമം 500 രൂപ പിഴ വരുന്നതാണ്. പിന്നെ ചെക്ക് റിട്ടേൺ ഡാഷ്ബോർഡ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കുറച്ചധികം ചാർജസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സർചാർജ് ഓഫ് പർച്ചേസ് ഓഫ് ക്യാൻസലേഷൻ ഓഫ് റെയിൽവേ ടിക്കറ്റിന് നമുക്ക് അതിനൊന്നും പൈസ ഈടാക്കുന്നില്ല. ഫോറിൻ കറൻസി, അപ്പോൾ നമ്മൾ IRCTCയുടെ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ഇതുവഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ട് ഒക്കെ കറക്റ്റായിട്ട് ഇതുവഴി കിട്ടുന്നതാണ്. പിന്നെ ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ 3.5% ട്രാൻസാക്ഷൻ വാല്യൂ വരുന്ന ഫീസ് വരുന്നത്. ഫോറിൻ കറൻസി നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അതിന്റെ ഫീസ് വരുന്നത്. പിന്നെ GST വരുന്നുണ്ട്. പിന്നെ റിവാർഡ്സ് റെഡീം ഫീസ് വരുന്നില്ല. പിന്നെ നമുക്ക് റെന്റ് ട്രാൻസാക്ഷൻ ഫീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഗൂഗിൾ പേ വഴി പൈസ ക്യാഷ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ നമ്മൾ വാടക കൊടുക്കുന്നതായിട്ട്, ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് വാടക കൊടുക്കുന്നതായിട്ട് കാണിച്ചിട്ട് നമുക്ക് പൈസ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ക്യാഷ് ആക്കാൻ പറ്റും. പക്ഷെ ഇത്തരത്തിൽ ചെയ്തിരുന്നാലും നമ്മൾ 1% ഇതിന് പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. അതും കൂടെ നമ്മൾ ഓർമ്മിക്കുക. പിന്നെ ഇത്രയൊക്കെയാണ്. പിന്നെ ഫ്യൂവൽ ട്രാൻസാക്ഷൻ ചാർജ് 1% ഒക്കെ വരുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ ഫീസ്, ചാർജസ്, കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമുക്ക് ആർക്കൊക്കെയാണ് ഈ കാർഡ് കിട്ടാൻ യോഗ്യതയുള്ളത്, അതുപോലെ എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് ഈ കാർഡിന് അപ്ലൈ ചെയ്യാൻ വേണ്ടതെന്ന് നോക്കാം. നിങ്ങൾക്ക് കാർഡിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ കാർഡിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് 18 വയസ്സിനും 70 വയസ്സിനും ഇടയിലുള്ള ഏതൊരാൾക്കും ഈ കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിലുള്ള 15 വയസ്സോ അതിന് മുകളിലുള്ള ഏതൊരാൾക്കും, കുടുംബത്തിലുള്ളവർക്ക് കൂടെ ഈ കാർഡിന്റെ ആഡ് ഓൺ കാർഡിനും അപ്ലൈ ചെയ്യാൻ പറ്റും. വിദേശത്തുള്ള പ്രവാസികൾക്കും ഇന്ത്യയിലുള്ളവർക്കും ഒക്കെ ഈ കാർഡിന് അപ്ലൈ ചെയ്യാനും പറ്റും. പിന്നെ ഡോക്യുമെന്റേഷൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻ കാർഡിന്റെ ഒരു കോപ്പി നിർബന്ധമായിട്ടും വേണം, അല്ലെങ്കിൽ ഫോം 16 വേണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഫോട്ടോ കോപ്പിയാണ് ആവശ്യം. അത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഫോട്ടോ കോപ്പി എന്ന് വേണ്ട, ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വരുന്നത് പ്രൂഫ് ഓഫ് ഇൻകം ആണ്. അതായത് നമ്മളൊരു വരുമാനം കാണിക്കുന്നത്. സർക്കാർ ജീവനക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പേ സ്ലിപ്പ് കൊടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിലൊക്കെ സ്ഥിര ശമ്പളം ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നവർക്കും പേ സ്ലിപ്പ് കിട്ടും, അത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിന്റെ ഫോം 16 റിട്ടേൺ ഫയൽ ചെയ്തതിന്റെ കോപ്പിയോ കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ സ്ഥിരതാമസം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ്, ഇലക്ട്രിസിറ്റി ബില്ല്, ലാൻഡ് ലൈൻ, ടെലിഫോൺ ബില്ല്, ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പാൻ കാർഡ്, പേ സ്ലിപ്പ് അല്ലെങ്കിൽ ഫോം 16, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിന്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. പിന്നെ വാല്യൂ ഓഫ് ചാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ ഈ കാർഡ് എടുത്തു കഴിഞ്ഞാൽ
ഒരു വർഷം നമുക്ക് 10,000 രൂപ ഉറപ്പായിട്ടും നമുക്ക് ലാഭിക്കാം എന്നാണ് ഇവരിവിടെ പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നതല്ല, ആക്സിസ് ബാങ്കിന്റെ ഈ കാർഡിൽ പറയുന്ന കാര്യമാണ്. അത് നമ്മൾ ഉപയോഗിക്കും പോലെയാണ് നമുക്ക് ഈ 10,000 രൂപ ലഭിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം തന്നെ കാർഡിന് അപ്ലൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാസത്തിനകത്ത് നമ്മൾ ഏതെങ്കിലും ബില്ല് ആമസോൺ വഴി ചെയ്യുമ്പോൾ 300 രൂപ തിരിച്ചു കിട്ടും. അത് കഴിഞ്ഞ് സൊമാറ്റോ വഴി ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം 240 രൂപ ലാഭിക്കാൻ പറ്റും. അങ്ങനെ നോക്കിയാൽ ഒരു വർഷം 2,880 രൂപ ലാഭിക്കാൻ പറ്റും എന്ന് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ആമസോൺ വഴി എന്തെങ്കിലും യൂട്ടിലിറ്റി ബില്ലുകൾ, അതായത് കറണ്ട് ബില്ലോ വാട്ടർ ബില്ലോ അല്ലെങ്കിൽ മൊബൈൽ റീചാർജോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് 150 രൂപ ലാഭിക്കാം. നമുക്ക് ഇത്തരത്തിലും ഒരു വർഷം 1,880 രൂപ വരെ ലാഭിക്കാൻ പറ്റും. പിന്നെ ഗ്രോസറി ഷോപ്പിംഗ് ബ്ലിങ്കിറ്റ് വഴി നമ്മൾ ഓൺലൈൻ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 250 രൂപ ഒരു മാസവും 3,000 രൂപ നമുക്ക് ഒരു വർഷത്തിലും. അപ്പൊ ബ്ലിങ്കിറ്റ് ഒക്കെ ഉപയോഗിക്കുന്നവർക്കായിരിക്കും ഈ ഒരു ലാഭം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അത് നമുക്ക് കുറയ്ക്കേണ്ടി വരും. പിന്നെ നമുക്ക് ബുക്ക് മൈ ഷോ, എല്ലാവരും സിനിമ ടിക്കറ്റ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നവരായിരിക്കും. ബുക്ക് മൈ ഷോ വഴി അങ്ങനെയുള്ളവർക്ക് 2 ടിക്കറ്റ് ഒരു മാസം എടുത്താൽ 100 രൂപ ലാഭിക്കാം. ഇത്തരക്കാർക്ക് 1,200 രൂപ വരെ ഒരു വർഷം ലാഭിക്കാൻ പറ്റും. പിന്നെ മിന്ത്ര വഴി എന്തെങ്കിലും സാധനങ്ങൾ ഓൺലൈനായിട്ട് ഡ്രസ്സൊക്കെ വാങ്ങുന്നവർ മിന്ത്ര വഴി ആയിരിക്കും സാധനങ്ങൾ വാങ്ങുന്നത്. അവർക്കും 100 രൂപ ഒരു മാസവും 1,200 രൂപ ഒരു വർഷം ലാഭിക്കാൻ പറ്റും. പിന്നെ നമുക്ക് എഡ്ജ് റിവാർഡ്സുകൾ 100 രൂപ ഒരു വർഷത്തിൽ കിട്ടും. ടോട്ടൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് 10,560 രൂപ നമുക്ക് ഒരു വർഷം ലാഭിക്കാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. രണ്ടാമത്തെ വർഷം 10,360 രൂപ. അപ്പോൾ ആനുവൽ ബെനിഫിറ്റ് ഏകദേശം ഒരു 10% നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന്റെ തിരിച്ചു കിട്ടും. ഇതിന് പുറമെയാണ് നമുക്ക് റിവാർഡ്സ് പോയിന്റ് എന്ന് പറഞ്ഞ് റെഡീം ചെയ്തെടുക്കാനും പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണ് ഈ ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ആക്സിസ് ബാങ്കിന്റെ നിയോ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊരു കാർഡിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാർഡിന് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി കാർഡിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാർഡിന് അപ്ലൈ ചെയ്യുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കസ്റ്റമറിൽ നിന്നും കെയറിൽ നിന്നും കോണ്ടാക്ട് ചെയ്യുകയും അവര് നിങ്ങൾക്ക് വളരെ വേഗം തന്നെ നിങ്ങൾക്കത് കാർഡിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് കാർഡിന് റെഡിയാക്കി തരികയും ചെയ്യുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കാർഡ് എടുക്കാവുന്നതാണ്.